ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനെ ഉള്ളി നമ്മൾ അരിഞ്ഞെടുക്കുകയോ വഴറ്റിയെടുക്കുകയോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണിത്. ഒരു നാടൻ രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റാണ് കേട്ടോ. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ ഓയിലിൽ ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകം എന്ന് പറഞ്ഞാൽ പെരുംജീരകമാണ്. ഒരു 2 കഷ്ണം പട്ട, അതുപോലെ ഒരു 3 ഗ്രാമ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 3/4 കിലോ ചിക്കനാണ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളൊരു തുള്ളി വെള്ളം ചേർക്കണില്ല, അതുപോലെ ഉള്ളി ചേർക്കണില്ല. സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണല്ലോ റോസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. ഇതിൽ നമ്മൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഞാൻ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചട്ടി എടുക്കാൻ തന്നെ കാരണം ഫ്രൈ പാനിലൊക്കെ ചെയ്യുന്നേക്കാളും നമുക്ക് ടേസ്റ്റാണ് ഇതുപോലത്തെ ചട്ടികളിൽ ചെയ്യുകയാണെങ്കിൽ. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, നമ്മൾ ഫ്രൈ പാനിൽ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ മസാല എല്ലാ ഭാഗത്തേക്കാകുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണില്ല. ഈ തക്കാളിൻ്റെ വെള്ളവും അതുപോലെ തന്നെ ചിക്കനിൽ ഇറങ്ങി വരുന്ന വെള്ളം മാത്രമാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല തീയിലിട്ടിട്ട് ചെയ്യരുത്, കുറച്ച് മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൽ ചിക്കൻ്റെ വെള്ളവും തക്കാളിൻ്റെ ആ ഒരു വെള്ളവും മാത്രമാണ്. അത് മതി നമുക്ക് ഈ ചിക്കൻ വേവാനായിട്ട് കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. ഇനി ഒന്നും കൂടെ നമുക്ക് തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ചപ്പാത്തി പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കണം, കുറച്ച് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ ഇത് വാങ്ങി വെക്കാം, തീ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് കറിയൊക്കെ ഉണ്ടാവും. പിന്നെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണം, നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ടാണ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്ന് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് വറ്റിച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കുന്നതൊക്കെ കാണിക്കുന്നത് ഇനി ആർക്കും ഒരു സംശയം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അത്. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം നമുക്ക് അരിയാനോ വഴറ്റാനോ ഒന്നുമില്ല അതിന്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല ഈസി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.